ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെ 20-ലധികം സംസ്ഥാനങ്ങളിൽ താമര വിരിയിച്ചതിനെപ്പറ്റി വീമ്പിളക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന നഗരിയിലെ BJP ആസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്. എന്നാൽ നിരന്തര പരിശ്രമങ്ങൾ കൊണ്ടും കേരളവും തമിഴ്നാടും ഉൾപ്പെട്ട തെക്കേ ഇന്ത്യയിൽ BJPക്ക് ചുവടുറപ്പിക്കാനാവാത്തതിനെപ്പറ്റി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശമൊന്നുമുണ്ടായില്ല. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് വിധി നിർണയത്തിൽ നിർണായക ഘടകമായ മുസ്ലിം മതന്യൂനപക്ഷത്തെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയ്ക്ക് പുറത്താക്കിയതുൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി സംസ്ഥാനത്ത് എല്ലാ രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ച് നടത്തിയ അതിരുകടന്ന ഇടപെടലുകളാണ് 15 വർഷം നീണ്ട TMC സർക്കാരിനെ സമ്പൂർണ്ണമായി അട്ടിമറിച്ച് അധികാരം കൈയാളാൻ BJPയെ പ്രാപ്തമാക്കിയതെന്ന് ഇതിനകം പുറത്തുവന്ന വസ്തുതകൾ വ്യക്തമാക്കുന്നു. അസമിലാകട്ടെ മോഡി സർക്കാരിന്റെ കലവറയില്ലാത്ത പിന്തുണയോടെ മുഖ്യമന്ത്രി ഹേമന്ത ബിശ്വ ശർമ്മ സംസ്ഥാനത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ രാജ്യത്തെ ഏറ്റവും ഫലപ്രദമായ പരീക്ഷണശാലയാക്കി മാറ്റിയിരുന്നു. അത് സംസ്ഥാനത്തെ ജനങ്ങളെ മതത്തിന്റെയും ഭാഷയുടെയും ദേശീയതയുടെയും പേരിൽ നെടുകെ പിളർത്തി. ബംഗാൾ പിടിച്ചെടുക്കുന്നതിനും അസമിന് മേൽ പിടിമുറുക്കുന്നതിലും നിർണായകമായത് BJPയുടെ തീവ്ര ഹിന്ദുത്വ വിദ്വേഷ രാഷ്ട്രീയമാണെന്ന് ഇതുവരെ ലഭ്യമായ കണക്കുകളും വസ്തുതകളും സാക്ഷ്യപ്പെടുത്തുന്നു. നാളിതുവരെ രാജ്യം സംരക്ഷിക്കാനും മുറുകെ പിടിക്കാനും ശ്രമിച്ച ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഭരണഘടനാ തത്വങ്ങളിൽ അധിഷ്ഠിതമായ നിയമവാഴ്ചയുടെയും എല്ലാ മൂല്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ തിന്മയുടെ തേരോട്ടമാണ് BJPയുടെ വിജയത്തിലൂടെ പശ്ചിമ ബംഗാളിലും അസമിലും നടന്നത്. പശ്ചിമ ബംഗാളിൽ 90 ലക്ഷത്തിലധികം വോട്ടർമാർക്കാണ് പ്രത്യേക വോട്ടർ പട്ടിക പുനഃപരിശോധനയിലൂടെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടത്. ഇതിൽ സിംഹഭാഗവും മുസ്ലിം ന്യൂനപക്ഷ വോട്ടർമാർക്ക് ഭൂരിപക്ഷമുള്ളതോ അവരുടെ വോട്ട് വിജയപരാജയങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നവയോ ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. മൊത്തമുള്ള 294 സീറ്റുകളിൽ 177 സീറ്റുകളിലും ഒഴിവാക്കപ്പെട്ട വോട്ടുകളിലും കുറവാണ് BJPയുടെ ഭൂരിപക്ഷമെന്ന പ്രാഥമിക കണക്കുകൾ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടസ്ഥലം മാറ്റം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് സുഗമപാതയൊരുക്കാൻ ലക്ഷ്യം വെച്ചുള്ള നടപടിയാണെന്നും ആരോപണമുയർന്നു. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 700 കമ്പനി അഥവാ 70,000 CRPF അംഗങ്ങളെയാണ് പശ്ചിമ ബംഗാളിൽ വിന്യസിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായാലും അവർ സംസ്ഥാനത്ത് തന്നെ തുടരുമെന്നും കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ അധികാരം കൈയാളുന്ന BJPയുടെ അധികാരാരോഹണം സുഗമമാക്കുകയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. BJPയിലെ സുവേന്ദു അധികാരിക്കെതിരെ മത്സരിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജിക്കായിരുന്നു ഭവാനിപൂർ മണ്ഡലത്തിൽ വോട്ടെണ്ണലിന്റെ ആദ്യ 16 റൗണ്ടിലും ലീഡെന്നും അപ്പോഴേക്കും CRPF പിന്തുണയോടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കടന്നുകയറിയ ഗുണ്ടകൾ തന്നെ കയ്യേറ്റം ചെയ്യുകയും TMC ഏജന്റുമാരെ ആട്ടിയോടിക്കുകയും ജനവിധി അട്ടിമറിക്കുകയുമായിരുന്നുവെന്നും മമത ആരോപിക്കുന്നു. TMCയുടെ അക്രമ രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയായി അതിനെ വ്യാഖ്യാനിച്ച് ആശ്വസിക്കാമെങ്കിലും അത് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പിന്റെ അട്ടിമറിയായിരുന്നുവെന്നത് വിസ്മരിച്ചുകൂടാ. അക്രമ അട്ടിമറി രാഷ്ട്രീയത്തിന്റെ കുത്തക TMCയിൽ നിന്നും BJP ഏറ്റെടുക്കുന്നതിനാണ് പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചതെന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഇത്തവണ അതിന് നേതൃത്വവും ഒത്താശയും ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രസേനയും മോഡി ഭരണകൂടവുമാണെന്ന വ്യത്യാസമേ ഉള്ളൂ. അസമിലെ ഇപ്പോഴത്തെ മതസാമുദായിക ധ്രുവീകരണ പ്രക്രിയയ്ക്ക് 2014 BJPയുടെ കേന്ദ്രഭരണ ആരോഹണത്തോളം തന്നെ പഴക്കമുണ്ട്. അസമിൽ തദ്ദേശീയരെന്ന് അവകാശപ്പെടുന്നവരും ബംഗാളി ഹിന്ദി ഭാഷകൾ സംസാരിക്കുന്നവരും തമ്മിലുള്ള അക്രമ വിദ്വേഷ രാഷ്ട്രീയത്തിന് അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ BJPയുടെ രംഗപ്രവേശവും അതിന്റെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസിൽ നിന്നും കാലുമാറിയെത്തിയ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രവേശനവും അസമിലെ വംശീയ രാഷ്ട്രീയം പുതിയൊരു ഹിന്ദുത്വ ആഖ്യാനത്തിനുള്ള വഴിമാറ്റമായി. സംസ്ഥാനത്തെ പരമ്പരാഗത അസം ദേശീയവാദ രാഷ്ട്രീയത്തെ ഹിന്ദുത്വത്തെ ആഖ്യാനത്തിന് വിധേയമാക്കി. അത് മുസ്ലിം ന്യൂനപക്ഷ വിദ്വേഷ രാഷ്ട്രീയമാക്കി ഏകീകരിക്കുന്നതിന് ശർമ്മയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. സംസ്ഥാന മണ്ഡല പുനർനിർണയത്തിലൂടെ സമൂഹത്തിന്റെ വിഭജനവും ന്യൂനപക്ഷത്തിന്റെ സമ്പൂർണ്ണ ഒറ്റപ്പെടലും വിദ്വേഷ കലുഷിതമായ ഹിന്ദുത്വ ഏകീകരണവും ശർമ്മയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു. 2023 മണ്ഡല പുനർനിർണയത്തിലൂടെ സംസ്ഥാനത്തുണ്ടായിരുന്ന 35 മുസ്ലിം ന്യൂനപക്ഷ മണ്ഡലങ്ങൾ 23 കുറയ്ക്കുന്നതിൽ ശർമ്മ ഭരണകൂടം വിജയിച്ചു. വിജയിച്ച 19 കോൺഗ്രസ്
നിയമസഭാംഗങ്ങളിൽ 18 പേരും മുസ്ലിം ന്യൂനപക്ഷ സമുദായാംഗങ്ങളാണെന്നത് സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ള രൂക്ഷമായ സാമുദായിക ധ്രുവീകരണത്തെയാണ് തുറന്നുകാട്ടുന്നത്. മിതമായ ഭാഷയിൽ പശ്ചിമ ബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയം അടയാളപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളുടെ തകർച്ചയും മത സാമുദായിക വിദ്വേഷ വിഭജന രാഷ്ട്രീയത്തിന്റെ അപായകരമായ വളർച്ചയുമാണ്.